ജന്ന, ഞാൻ നിന്റെ പുറകെ നടക്കുന്നതേ ഈ കോളേജിൽ വേറെ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടല്ല, നിനക്ക് മൊഞ്ചുള്ളൊരു ചക്കനെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. അയ്യടാ, തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു മൊഞ്ചിന് ആവശ്യമില്ലെങ്കിലോ. ആദ്യ പാവോ, അവനെ ആ ഗീർവാണത്തിന്റെ കൂട്ടത്തിലൊന്നും പെടുത്തണ്ട. ഈ പ്രേമം എന്നൊക്കെ പറയണതേ ഇത്ര ടഫാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എടാ, അത് വൺ സൈഡ് ആയതുകൊണ്ടാണ് ഇത്ര പ്രശ്നം. ഈ പ്രണയിച്ച് വിരിച്ച ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അതിൽ 90% ആളുകളും വൺ സൈഡ് ആയിരിക്കും. ആണാ? അപ്പൊ പ്രതീക്ഷയൊക്കെ ഉണ്ടല്ലേ? അതെ, ആദ്യ പാവാണെന്ന് പറഞ്ഞുള്ള നിന്റെ റെക്കമെൻഡേഷൻ എന്നോട് വേണ്ടാന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വൺ സൈഡ് ലവ് സക്സസ് ആയാലുണ്ടല്ലോ അത് കല്യാണത്തിലേ കലാശിക്കും. പക്ഷെ ജന്നയുടെ പ്രകൃതം അങ്ങനെ പെട്ടെന്ന് സെറ്റ് ആവും തോന്നുന്നില്ലടാ. നീ അത് വിട്, അവിടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് വേണം ബാക്കി പ്ലാൻ ചെയ്യാൻ. സാറേ, ആരാടാ അത്? ക്ലാസ് എടുക്കത്തില്ലേ? ഞാൻ ക്ലാസ് എടുത്താ നീയൊക്കെ പഠിക്കോടാ. ആകെ ഇവനും പഠിക്കും, ഇവളും പഠിക്കും. അത് ഞാൻ ക്ലാസ് എടുത്തില്ലെങ്കിലും പഠിക്കും. പിന്നെ എന്തിനാടാ എന്നോട് പണിയെടുപ്പിക്കണേ? വീട്ടിൽ ചെന്ന ഭാര്യ ഫോൺ എടുക്കാൻ സമ്മതിക്കാറില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്ന് കളിച്ചോടറാ. സാറേ, സാറ് കളിച്ചോ സാറേ, സാറിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാവേ. ചിരിച്ചോ, കല്യാണം കഴിക്കുമ്പോ അറിയാം. എനക്കത് ഏത് ക്ലാസ്സിലാണാവോ? എന്താടോ? ഒന്നുമില്ല ടീച്ചറെ, ഇതെന്താ മനുഷ്യന്മാരെ കാണാത്തായി? നീ പിക്കാണ് എപ്പോഴും പ്രൊഫൈൽ പിക്ക് ഇട്ടേക്കുന്നത്. അതടാ, എന്താ പ്രശ്നം? ഈ ഫോട്ടോ തന്നെ കണ്ടാ മതി, അതോടെ തീർന്നല്ല. നീ കാര്യം പറയടാ. എടാ, അവളെ കട്ട മമ്മൂട്ടി ഫാനാണ്. നീ ലാലേട്ട ഫാനാന്ന് പറഞ്ഞാ പിന്നെ തീർന്നു. അതിനെ അവൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഇല്ലെന്നാണല്ലോ ലിൻഡനോട് പറഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഹോസ്റ്റലിൽ ആരെങ്കിലും ഈ ഫോട്ടോ അവളെ കാണിച്ചോണ്ടല്ലോ അതോടെ തീർന്നല്ല. അവക്കാണെങ്കിൽ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താ കണ്ടു. അത് വിട്, അത് തള്ളണ്ട. 100 കോടി ക്ലബിലല്ല മച്ചനെ, ഞാൻ നമ്മൾ ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സാറേ, ജെട്ടി. ജെട്ടിയോ? ആരുടെ ജെട്ടി? അല്ല, അത് അവന് എന്താന്ന് വെച്ചാ തെളിച്ച് പറ ചേട്ടാ. ഇവിടെ ക്ലാസ് നടക്കല്ലേ? ഓരോരോ മാരണങ്ങള് ക്ലാസ് എടുക്കാൻ സമ്മതിക്കാതെ. എന്താ പ്രശ്നം? ജെട്ടി. എന്താ നിന്റെ ശരിക്കും പേര്? നിന്റെ ശരിക്കും പേരെന്താ? സജീവോ? സജീവ് സിസുന്ദർ. എന്താ പുള്ളി ഇവിടെ? സാറേ, പിന്നെ ഇയാള് സ്വൈരക്കെടായല്ലോ. സജീവനെ. സജീവേ, എന്താ സാർ വിളിക്കുന്ന കേട്ടില്ലേ? പോ. എന്തിനാന്ന് സാർ എന്നെ വിടല്ലേ സാറേ? ഇങ്ങോട്ട് വാടാ. എന്നെ വിടും, എനിക്ക് പഠിക്കണമെന്ന്. എനിക്ക് ആകെ ഒറ്റ ജെട്ടി ഉള്ളൂ എന്ന് എനിക്കറിയില്ല. എന്നെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന മാമി ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഒന്ന് വേഗം ഉരടാ. നിങ്ങൾ ആക്രാന്തം കാണിക്കാതെ പറഞ്ഞേട്ടാ, ഇത് നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ? കുമ്പിട്ടിക്കടാ. എനിക്ക് പോവാറായടാ. എന്തോ ഇത് ആ, വേഗം. കണ്ടോ? പേടി തോന്നി ഇവര് ഇത്രക്കാരായിരുന്ന ഇപ്പൊ സമാധാനല്ലേ കർണേട്ടാ? ചട്ടിയില്ലാതെ നടക്കണല്ലോ. ഒന്ന് സമാധാനം. ഞാനാ ടൈപ്പല്ല. പടച്ചോനെ, മുംബൈ പോലീസ്. പോലീസോ? എന്ത് പോലീസ്? ഈ ചെക്കൻ എന്താ മൂട് പൊന്തി ഓടുന്നത്? കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. വേല ഇതിനോട് വേല വേണ്ടെന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. നിനക്കവളെ വേണോ? എടാ, നിനക്കവളെ വേണോന്ന്? എങ്കിൽ ഇതവിടെ ഒട്ടിക്ക്. എടാ, ഇതവിടെ ഒട്ടിക്കാൻ. കുഞ്ഞുനാൾ മുതൽക്ക് മനസ്സിൽ പതിഞ്ഞ മുഖാണ്. നിപ്പുണ്ടല്ലേ, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ക്ഷമിക്കണേ ലാലേട്ടാ. മമ്മൂട്ടി എന്നാൽ മുഹമ്മദ് കുട്ടി, ഞങ്ങളുടെ ചക്കരക്കുട്ടി. എടാ, നീ ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ റൂമിൽ എന്തൊരു ഐശ്വര്യമാണേ. നീ ഇത് മനപ്പുറം ചെയ്തല്ലടാ. ഇതോ ഞാനോ? എടാ, നിന്റെ ജന്മ മമ്മൂട്ടി ഫാൻ ആയത് എന്റെ കുഴപ്പമാണോ? അതുമല്ല, നിന്നെപ്പോലുള്ള ഊളകളെ ഞങ്ങളെ മമ്മൂട്ടി ഫാൻസിന് ആവശ്യമില്ല. മമ്മൂട്ടിയല്ല, ദുൽഖറിന്റെ അപ്പ. അത്രയും മതി. ഊതല്ലേ? എടാ, നീ വന്നേ, നമ്മളിവിടെ ആരുടെ ഫോട്ടോ ഒട്ടിക്കും? അവള് ലീഗല്ലേ, അവിടെ ലീഗിന്റെ ആരെങ്കിലും കൂട്ടിച്ചോ. എന്നാ കുഞ്ഞാപ്പാന്റെ ഒട്ടിക്കാം. നോക്കടി, പുതിയൊരു മമ്മൂട്ടി ഫാൻ. വെറുതെ ഉടുക്ക് പൊട്ടിയ കുപ്പായം ഉടുത്ത് പൊങ്ങുന്ന കാലത്ത്
തൊട്ട് മുരിക്കും തയ്യേ നിന്നുടെ ചുട്ടിൽ മുറുക്കി തുപ്പിയതരണ. ചേട്ടി പാട്ട് പറയാ. അവളെന്താ എന്റെ മൈൻഡ് ചെയ്യാത്ത? നീ ഒരു തവണ ഒരൊറ്റ തവണ കൂടി കുമ്മനടിക്കണം. മനസ്സിലായില്ലേ? എടാ ഈ ചിറ്റൂർ കോളേജിൽ പച്ചക്കൊടി പാറിക്കണമെന്ന്. അത് മാത്രം നടക്കില്ല ചേട്ടി. എന്റെ ഞരമ്പിലോടുന്നേ സഖാവിന്റെ രക്ത. നീ സഖാവാണെന്ന് പറഞ്ഞ് നടന്നു. അവളാണെങ്കിൽ ലീഗ്, അവളുടെ ബാപ്പയാണെങ്കിൽ നാട്ടിലെ ലീഗിന്റെ വലിയ നേതാവ്. അപ്പൊ നീ സഖാവാന്ന് പറഞ്ഞ് നടന്നാലേ നഷ്ടം എനിക്കല്ല, നിനക്ക് തന്നെയാണ്. ചിറ്റൂർ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും MSPയുടെ കൊടി ഇങ്ങനെ പറക്കണം. ആ കൊടിയും കെട്ടിടാ. ആദ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ ശരിക്കും അവിടെ കളിക്കുന്നത് എന്നുള്ള പേടി ഞങ്ങൾക്ക് ഇല്ല. നീ പേടിക്കുന്നു വേണ്ട, എന്റെ കട്ട സപ്പോർട്ട് ഉണ്ടാവും. അതിന് അവന് വേറെ എന്തെങ്കിലും പണി വേണ്ടേ? കൊടുത്തോടാ, നിങ്ങൾ വാ. ഇവൻ നമ്മുടെ ചെക്കനാ. ഇവനെ MSPയുടെ സ്ഥാനാർത്ഥി. ഇവൻ വോട്ട് ചെയ്യണേ. എടാ ആദ്യം നീ പാർട്ടി മാറിയാ? ഇല്ല, കഴിഞ്ഞ വർഷം വരെ SFIക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു നടന്നവനാ. എന്തിനൊരു സമയമില്ലടി. എന്തായാലും ഞാൻ ഭാവി ലീഗാവേണ്ടി വരും. അതിലും നല്ല ഞാൻ ഇപ്പൊ തന്നെ ആവുന്നല്ലേ. വാടി, മനുഷ്യനെ പ്രാന്താക്കുന്നതിന് ഒരു അതിരില്ലേ? പച്ച പിടിച്ചില്ല. അവന്റെ കാര്യം ആലോചിച്ച് നോക്കിയടാ. അവന്റെ റൂമിലിപ്പോ ജിമിറ്റിന് പകരം ഗുഹനാ ഗുഹൻ. എനിക്ക് അതല്ല ദേഷ്യം, അവൻ പാർട്ടി മാറി തോർക്കുമ്പോഴാ. എല്ലാവരും പെണ്ണിന് വേണ്ടി ആലോചിക്കുമ്പോ ഒരു ആശ്വാസം. അവളെന്താ എന്നെ മൈൻഡ് ചെയ്യാത്ത? ഹായ്, ഇതെന്ത് ഇലുമിനാറ്റി ജട്ടി? ഞാൻ ഇവിടെ കാര്യം പറയുമ്പോ നിന്റെ ഉടക്കല ജെട്ടി പ്രശ്നം. നീ ഇതിന് മറുപടി പറ. എടാ അതിനൊക്കെ കൊറേ ടൈം എടുക്കും, വെറുതെ ഇതൊന്നും നടക്കൂല. എടാ ടെൻഷൻ അടിക്കല്ലേ? ഞാൻ അത് കൊറേ കാലം കേൾക്കാൻ തുടങ്ങിയിട്ട്. എടാ നമുക്ക് സെറ്റ് ആക്കാടാ. ഞാൻ ചാവുന്നതിന് മുമ്പ് നടക്കുവോ? സോമതീരം ലൗഗുരു ശ്രീ ശ്രീ സോമതീരം ലൗഗുരു ശ്രീ ശ്രീ. പ്രാർത്ഥന വളരെ കുറവാണ്. പടച്ചോന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ പ്രണയിനിയാക്കാൻ കുറച്ച് പ്രയാസമാണ്. കുറെ അടപടലുകൾ നേരിടേണ്ടി വരും. എന്നാലും ശ്രമിക്കൂ, ഞാനും ശ്രമിക്കാം. മച്ചനെ, ഓ. ഇത് എത്ര ദിവസം കൊണ്ട് സെറ്റ് ആവും? ബ്രോ, അതിനൊക്കെ കുറച്ച് സമയം പിടിക്കും. സോമതീരം ലൗഗുരു ശ്രീ ശ്രീ ഒക്കെ നടക്കും. നാളെ മുതൽ ചില മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ആ കൈ ഇങ്ങോട്ട് നീട്ടൂ. അങ്ങോട്ട് മുറുക്കി കെട്ട് സ്വാമി. ഈ ചരടിന്റെ ഗുണം നാളെ അവളിൽ കണ്ടു തുടങ്ങും. നോക്കിക്കോ ഭഗവാനെ, അവൾ വളരണേ. വേണ്ട വേണ്ട, എല്ലാം സഫലമായാൽ മാത്രം ദക്ഷിണ തന്നാ മതി. ആ ശരി, എന്നാ നല്ലത് വരട്ടെ. സ്വാമി, 2 ദിവസം കഴിഞ്ഞ് ഒറ്റയ്ക്കൊന്നും വരുന്നുണ്ട്. ഏട്ടാ കുറച്ച് അച്ചാറ്. എന്നാടാ കൊണ്ടുപോയി മുളുങ്ങി. ഡാ, ഈ ലവ് ഗുരു ഭയങ്കര സംഭവം അല്ലേ? എടാ സംഭവമാണെന്നോ? എടാ നിനക്കൊരു കാര്യം അറിയോ? ഞാൻ വെറുതെയാണ് നിന്നെ അവിടെ കൊണ്ടുപോയത്. എടാ എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിയാൻ തന്നെ കാരണം ഈ ലവ് ഗുരു. അപ്പൊ നിന്റെ അച്ഛനമ്മ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നോ? ഒടുക്കത്തെ പ്രേമം. പ്രേമം മൂത്ത് അവസാനം അച്ഛൻ തേപ്പ് പണിക്കാരൻ അതേ സ്വഭാവം കാണിച്ചു. തിരിച്ചമ്മ ഒരു 8ന്റെ പണി അച്ഛനിട്ട് കൊടുക്കുകയും ചെയ്തു. 8ന്റെ പണിയോ? ആ എടാ കൂടോത്രം, അത് തന്നെ സംഭവം. പുള്ളിക്കാരൻ ഒരു ഭസ്മം ഉണ്ടാക്കി അമ്മയ്ക്ക് പോയി. ഒരു കോളാബറിക്കേഷൻ ഐറ്റം. ഏത്? ആ ഭസ്മത്തിന്റെ ഭാഗ്യപത്രമാണ് ഞാൻ. എന്തൊരു കഥയാടാ നിന്റെ. കർണേട്ടാ, ഒരു പാട്ട് പാടുവോ? പാട് പറഞ്ഞേട്ടാ. ഈ പോയിട്ട് സാധനം ഒപ്പിച്ചു പാടാ. എന്നാ രാത്രി ഒരു കച്ചേരി നടത്തടാ. പാടിക്കോ. ആ ഹലോ. എനിക്ക് ജെന്നിനോട് സംസാരിക്കണം. നീ അവിടെ നിന്ന് മാറി. ആ ഒരു മിനിറ്റ്. ആ പറഞ്ഞോ. ഒരു മിനിറ്റ്, ഒന്ന് മാറൂ. നീ എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ തന്നെ നടക്കണേ? നിന്റെ ഒപ്പം നടക്കാനല്ല, പുറകെ നടക്കാൻ എനിക്കിഷ്ടം. അയ്യോ സോറി, നിന്റെ ഒപ്പം നടക്കാനല്ല, പുറകെ നടക്ക. തെറ്റിപ്പോയി. നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? എന്നാ ഒരു കാര്യം ചെയ്യേ, എന്റെ വീട്ടിൽ വന്ന് ചോദിക്കേ. എന്റെ വാപ്പിക്കും ഉമ്മിക്ക് ഇഷ്ടാണെങ്കിൽ
എനിക്ക് സമ്മതമാണ്. എന്നാ നീ എന്നാ നാട്ടിൽ പോണേ? എല്ലാ ശനിയാഴ്ച ഞാൻ നാട്ടിൽ പോകും. അതുപോലെ അറിയില്ല. അറിയാ, എന്നാലും സെറ്റായി മോനെ. ഈ ചരടിന്റെ ഗുണം നാളെ അവളിൽ കണ്ടു തുടങ്ങും. നോക്കിക്കോ. ഉമ്മിയുടെ ഐഡിയ എന്തായാലും കൊള്ളാം. പണി പാളിന്നാ തോന്നണേ. ഓ എന്റെ പിന്നാലെ തന്നെയുണ്ട് ഉമ്മി. എനിക്ക് പേടിയാവുക. ഈ പേടിക്കണ്ടെന്ന്. അത് ഓൻ എന്നെ പേടിപ്പിക്കാൻ ചെയ്യണതല്ലേ. ഓൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോയിക്കോളും. ഓന്റെ മട്ടുമാതിരിയും കണ്ടിട്ട് ഓൻ പോവാനുള്ള ഉദ്ദേശമൊന്നും കാണുന്നില്ല. കുറച്ചുകൂടെ നോക്ക്, ഓൻ പോയിക്കോളും. മോനിക്കാക്ക നിർത്ത്. എങ്ങോട്ടാ? വീട്ടിലോട്ട്. ആരുടെ? നിന്റെ. എന്തിന്? അപ്പൊ നീയല്ലേ പറഞ്ഞ നിന്റെ വീട്ടിലൊന്ന് ചോദിക്കാൻ. നിനക്കെന്താ തലയ്ക്ക് സുഖയില്ലേ? മര്യാദക്ക് തിരിച്ചു പോയിക്കോ. നിന്നെ ഇഷ്ടാന്ന് പറ, ഞാൻ ഇപ്പൊ പോക്കോളാം. എന്റെ വാപ്പി അറിഞ്ഞുണ്ടല്ലോ, നിന്നെ പീസാക്കും. അയ്യേ, നീ എന്താ 1ാം ക്ലാസ്സിൽ കുട്ടികളെ പോലെ തന്നെ? നീ പറഞ്ഞ പേടിയുണ്ടല്ലോ, അതെനിക്ക് 3ാം ക്ലാസ്സിലേ മാറിയതാ. കളിയാക്കണ്ട. ഇതിനൊക്കെ നീ അനുഭവിക്കൂടാ. അനുഭവിക്കേണ്ടത് അനുഭവിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഈ പാടൊക്കെ പെടുന്നത്. ഇക്ക വണ്ടി എടുക്ക. ഉമ്മി, ഇതാണ് ആദി. ഹായ് ഉമ്മ. എന്തൊക്കെയുണ്ട് ഉമ്മ, സുഖല്ലേ? അന്റെ വീട്ടിലെ അച്ഛനും അമ്മയല്ലാതെ വേറെ ആരൊക്കെയാണുള്ളത്? നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ ഞാൻ ഹിന്ദു അല്ലമ്മ. ഷഹദത്ത് കലിമയുടെ അർത്ഥം പറയുന്ന ഒരു മുസ്ലിമാണ് ഞാൻ. മുസ്ലിമാ? അപ്പൊ ഓള് പറഞ്ഞത്? കോളേജിലൊക്കെ എല്ലാവരും വിചാരം ഞാൻ ഹിന്ദു ആന്നാ. ഞാനത് തിരുത്താനൊന്നും പോയിട്ടില്ല. പിന്നെ എന്തിനും ഈ മതമൊക്കെ, പേരിനൊരു മതം. പിന്നെ വീട്ടിലത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊരു എത്തിയുമാണമ്മ. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്.